إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് കൽപ്പിച്ച കാര്യമാണ് നമ്മൾ ദീനിൽ അതിര് കവിയാൻ പാടില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നസാറാക്കളെയും ജൂതന്മാരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനികും, അല്ലയോ അഹ്ലുൽ കിതാബ് അഥവാ ജൂത നസാറാക്കളെ, ലാ തഗ്ലു ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. ജൂത ക്രൈസ്തവരെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ദീനിൽ അതിര് കവിഞ്ഞ ആളുകളാണ്, അവർ പരിധി ലംഘിച്ച ആളുകളാണ്. എത്രത്തോളം നബിമാരെയും സാലിഹീങ്ങളെയും പുകഴ്ത്തി അവർ ഇലാഹിന്റെ സ്ഥാനത്തേക്ക് എത്തിച്ചു, അത്രയും അവർ പരിധി ലംഘിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭൂലോകത്ത് ആദ്യമായി ശിർക്ക് ഉടലെടുത്തത് സച്ചരിതരായ ആളുകളുടെ വിഷയത്തിൽ അതിര് കവിച്ചൽ ഉണ്ടായതുകൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് 10ഓളം തലമുറകളിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായിട്ടില്ല. അവർ മുവഹിദീങ്ങളായിരുന്നു. അവരുടെ പ്രാർത്ഥനകളും തേട്ടങ്ങളുമെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോട് മാത്രമായിരുന്നു. സഹോദരങ്ങളെ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്, മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരായത്തിന് കൊടുത്ത തഫ്സീർ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞതായി കാണാം. അദ്ദേഹത്തിന്റെ സഹീഹിൽ അദ്ദേഹം ഒരായത്ത് കൊടുത്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരായത്തിന്റെ തഫ്സീർ കൊടുത്തതായി കാണാം. ഏതാണ് സഹോദരങ്ങളെ ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. ഇദാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിലുണ്ടായ ചില സാലിഹീങ്ങളായ മനുഷ്യന്മാരായിരുന്നു ഇവരെ നിങ്ങൾ വെടിയാൻ പാടില്ല എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിലുള്ള ചില ആളുകൾ പറയുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരങ്ങളെ, ആരാണ് ഇബ്നു അബ്ബാസ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത സഹാബിയാണ്. എന്താണ് റസൂലിന്റെ ദുആ? അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഇബ്നു അബ്ബാസിന് ദീനിൽ അവഗാഹം നൽകണമേ. വഅല്ലിംഹു തഅവീൽ, അതുപോലെ തന്നെ ഖുർആനിന്റെ ഓരോ ആയത്തുകളിലുള്ള ആ ആയത്തിന്റെ വിശദീകരണവും റബ്ബേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്ത സഹാബി. അത് മാത്രമാണോ അദ്ദേഹത്തിനുള്ള ശ്രേഷ്ഠത? അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എല്ലാ ഖുർആനിന്റെ ഓരോ ആയത്തും അതിന്റെ വിശദീകരണവും നേരിട്ട് കേട്ട സഹാബിയാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. സഹോദരങ്ങളെ, ഞാനിതിലൂടെ പറയാനുള്ള കാരണം
ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള തഫ്സീറുകൾ പോലെയല്ല, മറ്റുള്ള വ്യാഖ്യാനങ്ങൾ പോലെയല്ല, അത്രയും മുന്തിയ തഫ്സീറാണ് ഇബ്നു അബ്ബാസ് ഓരോ ആയത്തിന് പറഞ്ഞാൽ ഒരു മുസ്ലിം അത് സ്വീകരിക്കേണ്ടത്. അവിടുന്ന് പറയുകയാണ്, ഈ ആയത്തിനെ വിശദീകരിക്കവേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീൻ, ഇത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന സച്ചരിതരായ ആളുകളാണ്. ആര്? വദ്, സുവാ, അതുപോലെ തന്നെ യഗൂസ്, നസ്ർ എന്ന് പറയുന്നവർ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിൽ ഉണ്ടായിരുന്ന സാലിഹീങ്ങളായ മനുഷ്യന്മാരായിരുന്നു. മിൻ ഖൗമി നൂഹിൻ ഫലമ്മാ ഹലകൂ, അവർ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അൻ ഇൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബാ, അവർ മരണപ്പെട്ടതിന് ശേഷം ഇതാ അവർക്ക് ശൈത്താൻ വഹി നൽകുകയാണ്. അവർക്ക് ശൈത്താൻ ഇതാ വഹി നൽകുകയാണ്. എന്താണ് നൽകിയത്? അവർ പറയുകയാണ്, ഇതാ നമ്മൾ ഇരിക്കുന്ന മജ്ലിസുകൾ, നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ ബിംബവും അതുപോലെ തന്നെ ഇവരുടെ ചിത്രവും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് പണിയാം. എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിൽ ഉണ്ടായ ആളുകൾ ഇവരുടെ ബിംബം അവിടെ പ്രതിഷ്ഠിച്ചത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് അവർ പറഞ്ഞു, നമുക്ക് ഇവരെ കാണുമ്പോൾ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു ഉന്മേഷം ഉണ്ടാകും. നോക്കണം, ഒരിക്കലും എന്തല്ല, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല ഇതുണ്ടാക്കിയത്. ഇവരെ കാണുമ്പോൾ ഇവർ നല്ലവരായ ആളുകളാണ്, ഇവരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു ഊർജമുണ്ടാകും, ഒരു ഉണർവുണ്ടാകും. അതിനാൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നവർ പറഞ്ഞു. വസമ്മൂഹാ ബിഅസ്മാഇഹിം ഫഫഅലു ഫലം തുഅബദ്, അങ്ങനെ അവർ ആ പ്രവൃത്തി ചെയ്യുകയും അവർക്ക് ഓരോ ബിംബത്തിനും ഓരോ പേരുകൾ നൽകുകയും ചെയ്തു, ഈ പറഞ്ഞ ആളുകളുടെ പേര്. എന്നിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്തു. ഫലം തുഅബദ്, ആ കാലഘട്ടത്തിൽ അവരെ അവർ ആരാധിച്ചിരുന്നില്ല. എന്നാൽ ഹത്താ ഇദാ ഹലക ഉലൈക്, അങ്ങനെ ഇത് പണിഞ്ഞ ആളുകൾ അവർ മരണപ്പെട്ടതിന് ശേഷം വനുസിയൽ ഇൽം, എന്തിനു വേണ്ടിയാണോ ഇത് പണിഞ്ഞത് അത് മറക്കപ്പെട്ടു, അത് മറക്കപ്പെട്ടു. എന്നിട്ട് എന്തായി സഹോദരങ്ങളെ? ഉബിദത്ത്, അതിനെ തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക്, അതിനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. നോക്കണം സഹോദരങ്ങളെ, ഭൂമിയിൽ ആദ്യം ശിർക്ക് കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. സ്വാലിഹീങ്ങളോടുള്ള ആ മിതമായ ആദരവ് അവസാനം കൊണ്ടെത്തിച്ചത് കാലാകാലം നരകാഗ്നിയിൽ കിടക്കേണ്ടി വരുന്ന തിന്മയിലേക്കാണ് എത്തിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? സഹാബിമാർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചെറിയ രൂപത്തിൽ പുകഴ്ത്തുന്ന സംസാരം നടത്തുകയുണ്ടായി. ചെറിയ രൂപത്തിൽ പുകഴ്ത്തി സംസാരിച്ചു. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നൽകിയ മറുപടി? അവിടുന്ന് പറയുകയാണ്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ഇദാ ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല, നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇതാ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളതുപോലെയല്ല സഹോദരങ്ങളെ. ഉബൂദിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും മുന്തിയ പദവിയാണ്. നമ്മൾ അർത്ഥം പറയുമ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അടിമ എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ഒരു കാര്യമല്ലേ എന്ന്. ഒരിക്കലുമല്ല. ഉബൂദിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ പദവിയാണ്. അള്ളാഹുവിന്റെ അടിമയായിരിക്കുക എന്നുള്ളത് ഇസ്സത്തുള്ള കാര്യമാണ്. കേവലം മറ്റു സൃഷ്ടികൾക്ക് അടിമയാകുന്നത് പോലെയല്ല, മറിച്ച് ലോകങ്ങളെ തന്നെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയാകുക എന്നുള്ളത് ഏറ്റവും ഇസ്സത്തുള്ള കാര്യമാണ്. ഇനി സഹോദരങ്ങളെ നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല ഇത് റസൂൽ പറഞ്ഞത്, മറിച്ച് ചെറിയ പുകഴ്ത്തലിന്റെ വാക്ക് കേട്ടപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്. സഹോദരങ്ങളെ നോക്കണം, നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഒരു മാലയിലെ വരി തന്നെ ഇങ്ങനെയല്ലേ, അവർ പാടി പറയുന്ന കാര്യം തന്നെ ഇതല്ലേ. എന്താണ് അവർ പറയുന്നത്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദത് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മിമ്പറിൽ നിന്ന് പറയാൻ സാധിക്കാത്ത വാക്കാണിത്. ഇവരുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുകയില്ല. എന്താണ് കാരണം? ഇത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അന്നം മുട്ടുമെന്നവർക്കറിയാം. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ അർത്ഥം? എന്താണ് അർത്ഥം? നോക്കൂ, ഇർതകബതു അലൽ ഖതാ, ഞാനിതാ ധാരാളം പാപങ്ങളിൽ
ചെന്ന് വീണിട്ടുണ്ട്. ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണവും കണക്കുമില്ലാത്തത്ര തെറ്റിൽ ഞാൻ വീണുപോയിട്ടുണ്ട്. എന്നിട്ട് നോക്കണം, അടുത്ത പറയുന്ന ആ വരി നോക്കണം. ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇതാ റസൂലേ, അങ്ങയോടാണ് നമുക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കണം സഹോദരങ്ങൾ, ഇത് ശിർക്കല്ല എങ്കിൽ മറ്റെന്താണ് ശിർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തന്നില്ലേ, ഒരു മുഅ്മിൻ അവന്റെ ആവലാതിയും വേവലാതിയും പറയുന്നത് റബ്ബിനോട് മാത്രമാണ് എന്ന്. ഖാല ഇന്നമാ അശ്കു വബസ്രി വഹുസ്നി ഇലല്ലാഹ് എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറഞ്ഞത്. എന്റെ ആവലാതിയും വേവലാതിയും എല്ലാം ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്നാണ് അർത്ഥം. അല്ലാഹുവോട് മാത്രമാണ് എന്റെ ആവലാതിയും വേവലാതിയും പറയാനുള്ളത് എന്നാണ് ഒരു മുഅ്മിന്റെ നിലപാട്. നോക്കൂ സഹോദരങ്ങളെ, ഇതെങ്ങാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും റസൂലിന്റെ പ്രതികരണം? ആലോചിച്ചു നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെറിയ രൂപത്തിൽ പുകഴ്ത്തിയപ്പോൾ പറഞ്ഞത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയം ഗൗരവമുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ചിലർ അള്ളാഹുവിന്റെ അടിമയാണ് റസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും റസൂലിനെ ആദരിക്കാൻ അറിയാത്ത ആളുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നതായി കാണാം. എന്നിട്ട് അവർ പുകഴ്ത്തി ഏതവസ്ഥയിലേക്ക് എത്തി? ഒരു കുപ്പിക്കകത്തുള്ള കാര്യം എങ്ങനെ ഒരാൾക്ക് കാണാൻ സാധിക്കുമോ അതുപോലെ റസൂലിന് കാണാൻ സാധിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹുവിനുള്ള വിശേഷണമാണ് സഹോദരങ്ങളെ ഇത്. അള്ളാഹു പറഞ്ഞില്ലേ, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. ഹൃദയത്തട്ടുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് കാണുന്നവൻ അള്ളാഹുവാണ്. വമാ തുഖ്ഫി സുദൂർ, നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യവും അതുപോലെ തന്നെ അദൃശ്യമായ കാര്യവും അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ അതേ സിഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ചു കൊടുക്കുന്ന ആളുകൾ. ഇതുപോലുള്ള കാര്യം സഹോദരങ്ങളെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. നോക്കണം സഹോദരങ്ങളെ, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇസ്ലാമിൽ ഏത് കാലഘട്ടത്തിലും ശിർക്ക് കടന്നു വരാൻ കാരണമായത് ഖബറിന്റെ വിഷയത്തിലാണ്. ഏത് കാലഘട്ടത്തിൽ ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ഖബറുമായി ബന്ധപ്പെട്ടിട്ടാണ്. നോക്കണം സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഖബറാരാധനയിൽ എത്തുന്ന അല്ലെങ്കിൽ എത്താതിരിക്കാൻ ശക്തമായ നിയമങ്ങളാണുള്ളത്. അഥവാ ഖബറിലേക്ക് അല്ലെങ്കിൽ ഖബറിനെ ആരാധിക്കുന്നതിലേക്ക് എത്താതിരിക്കാൻ ഇസ്ലാം കഠിനമായ നല്ല ശക്തിയുള്ള നിയമങ്ങളാണ് വെച്ചത്. രണ്ട് നിലക്കാണ് ഖബറുമായി ബന്ധപ്പെട്ട നിയമം. ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ, ഖബർ കെട്ടിയുയർത്താൻ പാടില്ല എന്ന നിയമം. അഥവാ ഒരു ചാണിന് മുകളിൽ ഖബർ അത് കെട്ടിയുയർത്താൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഇസ്ലാമിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും സാധാരണക്കാർക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ് ഒരു ചാണിന് മുകളിൽ ഒരു ഖബറും വരാൻ പാടില്ല എന്ന്. മഹാനായ സഹാബി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹയ്യാജ് അൽ അസദിയോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം. എന്താണത്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ അബുൽ ഹയ്യാജ്, ഞാൻ നിനക്ക് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച ഒരു കാര്യം, ആ ഒരു കാര്യത്തെ നിന്നെയും ഞാൻ നിയോഗിക്കട്ടെ എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. എന്താണത് സഹോദരങ്ങളെ? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹ് വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ്. ഇതാ ഒരു ബിംബം കാണുകയാണെങ്കിൽ, ഇത് പ്രത്യേകം മനസ്സിലാക്കണം, അലി ഇബ്നു അബി ത്വാലിബ് ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ആളാണ്, ഭരണാധികാരിയാണ്, അദ്ദേഹമാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ സാധാരണക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അലി ഇബ്നു അബി ത്വാലിബ് ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളോടാണ് പറയുന്നത്. എന്താണത്? ഓരോ ബിംബങ്ങളും കാണുകയാണെങ്കിൽ നീ അതിനെ തച്ചുടക്കണം. അതുപോലെ തന്നെ ഇതാ കെട്ടിപ്പൊക്കിയ ഖബർ നീ കാണുകയാണെങ്കിൽ അതും നീ നിരപ്പാക്കാതെ വിടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ച കാര്യം ഇതാ നിന്നോട് ഞാൻ പറയുന്നു എന്ന് മഹാനായ സഹാബി അലി ഇബ്നു അബി ത്വാലിബ് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, ഒരു ഖബറും എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. കെട്ടി ഉയർത്തിയ ഒരു ഖബറും, അതിലെല്ലാവരും പെട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉപയോഗിച്ചത് തന്നെ ഒന്നുമെന്നാണ്, ഒരു ഖബറിനെയും എന്നാണ്. ചില ആളുകൾ പറയുന്നതായി കാണാം അത് മറ്റു മതത്തിലുള്ള ആളുകളുടേതാണ് എന്ന്. ഒരിക്കലും ശരിയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒഴിവാക്കി പറഞ്ഞതല്ല, മറിച്ച് ഒരു ഖബറും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞത്. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം. അതാ ഖബറിൽ
കുമ്മായമിട്ട് അതിന് മോടികൂട്ടാനോ അതുപോലെ തന്നെ അതിനെ കെട്ടിപ്പടുക്കാനോ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തേത്, ഇനി ഖബർ കെട്ടിയുയർത്തിയതായാലും അതുപോലെ തന്നെ അതല്ലാത്തതായാലും അതിന്റെ അടുക്കൽ വെച്ച് ഒരാരാധന കർമ്മവും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. അവിടെ വെച്ച് അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ പോലും നോക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തജ്ലിസു അലൽ ഖുബൂർ, നിങ്ങൾ ഖബറിന് മുകളിൽ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ഖബറിന് മുകളിൽ ഇരിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. വലാ തുസല്ലു ഇലൈഹാ, അതുപോലെ തന്നെ അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാനും പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം, മഹാനായ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുമ്പോൾ അതിന്റെ അടുത്ത് ഒരു ഖബറുണ്ടായിരുന്നു. അദ്ദേഹം അത് അറിഞ്ഞില്ല. അനസ് റളിയല്ലാഹു അൻഹു അതിന്റെ തൊട്ടടുത്ത് ഖബറുള്ള കാര്യം അറിഞ്ഞില്ല. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് കാണുകയാണ്. അഥവാ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിസ്കരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ദൂരെ നിന്നത് കണ്ടപ്പോൾ തന്നെ അവിടുന്ന് പറയുകയാണ്, അൽ ഖബർ അൽ ഖബർ, ഇതാ അൽ ഖബർ, അതിന്റെ അടുക്കൽ ഖബറുണ്ട് എന്ന് ദൂരെ നിന്ന് വിളിച്ചു പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അവിടെ നിന്ന് തന്നെ ദൂരത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറയുകയാണ്, അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ. നോക്കണം ആ വിഷയത്തിന്റെ ഗൗരവം. എന്നാൽ അനസ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് വളരെ ദൂരത്തിലായതുകൊണ്ട് എന്താണത്, അൽ ഖമർ എന്നാണ്, അഥവാ ചന്ദ്രൻ എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. നോക്കണം എത്ര ദൂരത്ത് നിന്നായിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു അത് വിളിച്ചു പറഞ്ഞത്. അൽ ഖമർ എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. അദ്ദേഹം ഖമർ അഥവാ ചന്ദ്രനാണ് എന്ന് കരുതി അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അടുത്തുണ്ടായ ആൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ഖബർ എന്നാണ്. ഉടനെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് സഹോദരങ്ങളെ ഉണ്ടായത്. എത്ര ഗൗരവത്തിലാണ് പ്രിയപ്പെട്ടവരെ സഹാബിമാർ ഇതിനെ കണ്ടത്. അതിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് വരെ ദീനുൽ ഇസ്ലാമിൽ വിലക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ അർളു കുല്ലുഹാ മസാജിദ്, ഭൂമി മുഴുവനും നിസ്കരിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് പ്രയാസമില്ല, അൽഹംദുലില്ലാഹ്. നമ്മളൊരു യാത്രയിലാണ് എങ്കിൽ നമുക്ക് അടുത്ത് പള്ളിയൊന്നുമില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് ഭൂമിയിൽ വെച്ച് നിസ്കരിക്കാവുന്നതാണ്. രണ്ട് സ്ഥലങ്ങൾ ഒഴികെ. ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇല്ലൽ മഖ്ബറ വൽ ഹമ്മാം. ഒന്നെന്താണ് സഹോദരങ്ങളെ, ഖബറുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തേത് ബാത്റൂമുകളിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണിത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാക്കല്ല, മറിച്ച് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എന്താണ് സഹോദരങ്ങളെ ചിന്തിക്കാത്തത്? നോക്കണം, ഖബറിന്റെ അടുക്കൽ അനുവദനീയമായ ഒരേ ഒരു നിസ്കാരമേ ഉള്ളൂ. ആ നിസ്കാരത്തിനാവട്ടെ റുക്കൂഉം സുജൂദുമില്ല. ഏതാണത്? മയ്യത്ത് നിസ്കാരം. ഖബറിന്റെ അടുക്കൽ വെച്ച് ആ മയ്യത്തിന് വേണ്ടി, ആ മയ്യത്തിനോടല്ല മറിച്ച് ആ മയ്യത്തിന് വേണ്ടി നമുക്ക് നിസ്കരിക്കാം എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത്രയും ഗൗരവം ഉണ്ടായിരിക്കെ ഇതാ നമ്മുടെ നാട്ടിലെ ചിലർ അള്ളാഹുവിന്റെ ദീനിന്റെ പേര് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ പിഴപ്പിക്കാൻ നടക്കുന്ന ചിലർ, അവരുടെ ഏതോ ഒരു ഉസ്താദ് 2-3 ദിവസം മുന്നേ മരണപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ഖബർ കെട്ടിപ്പൊക്കുന്ന തിരക്കിലാണ്. നോക്കണം സഹോദരങ്ങളെ, അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് റബീഉ ഇബ്നു ആദി അൽ മദ്ഖലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ബൈനനാ വബൈനകുമുൽ കുതുബ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ കിതാബുകൾ ഇവിടെ ലഭ്യമാണ്. വബൈനനാ വബൈനകുമുസ് സലഫ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സലഫുകൾ മുൻഗാമികളുണ്ട്. ചോദിക്കട്ടെ, ഇതിനെന്താണ് തെളിവ്? ഈ ഒരു കാര്യം ചെയ്യാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എന്ത് തെളിവുകളാണ് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക? ഇതാ ഖുർആൻ ഇവിടെയുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അതും ഇവിടെയുണ്ട്. സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കി തരാൻ കിതാബുകൾ ഇവിടെയുണ്ട്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ചോദിക്കുകയാണ്, എന്ത് തെളിവാണ് സഹോദരങ്ങൾ ഇത് ചെയ്യാനുള്ളത്? ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദുനിയാവിപരമായി ലഭിക്കാനില്ല, മറിച്ച് നിങ്ങളുടെ ആഖിറം ഇതാ ഈ ഒരു അവസ്ഥയിലാണ് മരിക്കുന്നത് എങ്കിൽ
കാലാകാലം നരകത്തിൽ കിടക്കേണ്ട വലിയ തിന്മയാണ് സഹോദരങ്ങളെ ശിർക്ക് എന്നുള്ളത്. അതിനാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ദീനിന് ജാറങ്ങളുമായി ഒരു ബന്ധവുമില്ല, അതുപോലെ തന്നെ മഖ്ബറുകളുമായി ഒരു ബന്ധവുമില്ല. അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെങ്കിലും നമ്മളോട് തിരിച്ചു പറയാറുള്ള കാര്യമാണ്, അപ്പോൾ നിങ്ങൾ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ അവിടെ പോയി നിസ്കരിക്കാറില്ലേ? അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പള്ളിക്കുള്ളിലല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ ഈ ചോദ്യം അവർ ചോദിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പള്ളിക്കുള്ളിലാണ് എന്ന് തെറ്റിദ്ധരിച്ച് ചോദിക്കുന്നതായിരിക്കാം. അതല്ല മറിച്ച് അറിഞ്ഞുകൊണ്ട് കളവ് പ്രചരിപ്പിക്കുന്നതായിരിക്കാം. എന്നിരുന്നാലും മനസ്സിലാക്കണം, ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പള്ളിക്കുള്ളിലല്ല. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് പള്ളിക്കുള്ളിലല്ല, മറിച്ച് ഏത് മുസ്ലിമിനാണ് അറിയാത്തത്? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചത് അറിയാത്ത മുസ്ലിമീങ്ങളുണ്ടോ? എവിടെ വെച്ചാണ് സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്? റസൂലിന്റെ വീട്ടിൽ വെച്ചാണ്. ഈ ഒരു കാര്യം ഏത് മുസ്ലിമിനാണ് അറിയാത്തത്? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അമ്പിയാക്കന്മാർ ഏത് സ്ഥലത്ത് വെച്ചാണോ മരണപ്പെടുന്നത് അവിടെ വെച്ച് അവരെ മറമാടണം എന്നുള്ള കാര്യം അത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. അവർക്ക് മാത്രം പ്രത്യേകമായ നിയമമാണത്. അവരെവിടെ വെച്ചാണോ മരണപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ അവരെ മറമാടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയത്, അല്ലാതെ പള്ളിയിലല്ല. മറിച്ച് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ആളുകളുടെ ആധിക്യം കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ നിസ്കരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അത് വിശാലമാക്കി പിന്നീട് ആ വീട് പള്ളിക്കകത്തേക്ക് വന്നതാണ്. എന്നിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ കേട്ടു. ആ വീടിന് 4ഉം 5ഉം ചുറ്റുമതിലുകളുണ്ട്. അതിന് പുറത്തുള്ള ഇരുമ്പുള്ള ഒരു ഗ്രില്ലാണ് നമ്മൾ ഏത് ആളുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മിൽ പല ആളുകളും മദീനയിൽ പോയവരുണ്ടായേക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? സഹാബിമാർക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ? കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ആ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്കും ഒറ്റയ്ക്ക് അവിടെ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ഉടനെ തന്നെ ഈ രൂപത്തിലേക്ക് പള്ളി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള ഖബർ ഈ അവസ്ഥയിലാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഖബർ ഇതുപോലെ പള്ളി വിശാലമാക്കിയപ്പോൾ ഉള്ളിലേക്ക് വന്നതാണോ? ഒരിക്കലുമല്ല. അവർ പള്ളിക്കുള്ളിൽ തന്നെ എത്രയോ പള്ളികളിൽ പള്ളിക്കുള്ളിൽ തന്നെ അവർ ഖബർ പണിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ആലോചിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേളയിൽ അവിടുന്ന് അത്രയും വേദന സഹിക്കുമ്പോൾ അവിടുന്ന് ഒരു തുണി വെള്ളത്തിൽ മുക്കി ഇങ്ങനെ തുടക്കുന്നുണ്ട്, ആ വേദന മാറാൻ വേണ്ടി. നോക്കണം, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാൻ സാധിക്കും നമുക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അതികഠിനമായി വേദന സഹിക്കുന്ന ഒരാളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. വേദന കൊണ്ട് ഇത്രയും പ്രയാസപ്പെടുന്ന ഒരാളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വേദനയിൽ പറഞ്ഞില്ലേ, ഇന്നലിൽ മൗതി ലസകറാത്ത്, തീർച്ചയായും മരണത്തിന് അതികഠിനമായ വേദനയാണ് ആയിഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, ആ വേദനയിൽ അവിടുന്ന് പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ,
അള്ളാഹുവിന്റെ ശാപം യഹൂദികൾക്കും നസാറാക്കൾക്കും ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അംബിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ഖബർ അവർ ആരാധനാ കേന്ദ്രമാക്കിയതിനെ ചൊല്ലി അള്ളാഹു അവരെ ശപിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. യുഹസ്സിറു മാ സനഉ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയുകയാണ്, അവർ ചെയ്തതിനെ നമ്മെ തൊട്ട് താക്കീത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്, അല്ലാഹുവേ ആരാധിക്കപ്പെടുന്ന ഒരു ആരാധന കേന്ദ്രമാക്കി എന്റെ ഖബറിനെ മാറ്റല്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പ്രവൃത്തി കണ്ടാൽ അവർ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ജഅൽ ഖബരി വസന യുഅബദ് എന്ന് പറയുന്നത് പോലെയാണ്. അല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ചില ആളുകളുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ. ഇതാ ഒരു നാട്ടിൽ നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇതാ ഇപ്പോൾ തന്നെ ഉണ്ട്. അതൊരുത്തനെ ഖബറടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമുക്കത് കാണാം ആരെയാണെന്നുള്ളത്. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് അവർ പറയുന്ന കാര്യമാണ് നമ്മൾ ശാഫിഈയാക്കളാണ് എന്ന്, അഥവാ ശാഫിഈ മദ്ഹബിന്റെ ആളുകളാണ് നമ്മൾ എന്ന് വാദിക്കുന്നവരാണ് അവർ. അവരും മദ്ഹബും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇമാം ഷാഫിഈ പറയുന്നതിന് എല്ലാം എതിരാണവർ. അവിടുന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മക്കയിൽ ഉണ്ടായിരുന്ന ഖബറുകൾ, കെട്ടിയുയർത്തിയ ഖബറുകൾ അത് പൊളിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ ഒരു ഫുഖഹാക്കളും എതിർത്തതായി, അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരാളും അതിനെ എതിർത്തതായി നമുക്കറിയില്ല. അവിടുന്ന് പറയുന്ന വാക്കാണിത്. നോക്കൂ സഹോദരങ്ങൾ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വാക്കാണിത്. ഇനി ആലോചിച്ച് നോക്കുക സഹോദരങ്ങൾ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. അതുപോലെ തന്നെ ആ ഓരോ ആയത്തിന്റെ തഫ്സീറുകളാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും നമ്മുടെ വകയല്ല, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വകയല്ല. നമ്മൾ വഹാബികളാണ് എന്നാണ് അവർ പറയാറുള്ളത്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്ന മിൻ ശിറാരിൻ നാസി അല്ലദീന യുദ്രികുഹുമുസ് സാഅ വഹും അഹ്യാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മ്ലേച്ഛമായ ആളുകൾ ഖിയാമത്ത് നാൾ വന്ന് എത്തുമ്പോൾ ആരാണോ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. എന്താണ് കാരണം? ആ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാളും ഉണ്ടാവുകയില്ല. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനാരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നതാണ്. എന്താണ്? പരസ്യമായി വ്യഭിചരിക്കുമ്പോൾ ഒന്ന് മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് പറയുന്നവരാണത്രേ അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ആ കാലഘട്ടം യമനിൽ നിന്നുള്ള ഒരു കാറ്റ് വന്ന് വീശിക്കഴിഞ്ഞാൽ കൽബിൽ ഒരു മണിയോളം ഈമാനുള്ള ആളുകൾ മരണപ്പെടും. പിന്നീടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ആളുകളാണ്. അവരാണ് ഒന്നാമത്തേത്. അവരോട് ചേർത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആളുകൾ വമയ്യത്തഖിദുൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ മസ്ജിദായി സ്വീകരിക്കുന്ന ആളുകളുമാണ് ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയം എന്നുള്ളത് വളരെ ഗൗരവമുള്ളതാണ്, നിസാരമല്ല. നമ്മൾ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരുന്ന തിന്മയാണ്. അതുകൊണ്ട് ഇതാ പഠിക്കാൻ നമുക്ക് സമയമുണ്ട്. ഇനിയും പിരിഞ്ഞു കളഞ്ഞുകൂടാ. ഇത് ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ മുഴുകുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇഖ്ലാസോടുകൂടി അവന്റെ ദീൻ സംസാരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نعوذ بك من النار اللهم إنا نعوذ بك من النار اللهم إنا نعوذ بك من النار وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.